തിരക്കേറിയ ജീവിതത്തിനിടയിൽ നിന്ന് ഞാൻ സമാധാനം തേടുകയാണ്. അതെ, എ മൊമെന്റ് ടു നറിഷ് മൈ സോൾ. ആരോഗ്യത്തിനൊപ്പം സൗന്ദര്യവും. സമഗ്രമായ ആരോഗ്യത്തിൻ്റെയും സൗന്ദര്യത്തിൻ്റെയും പുതിയ തുടക്കത്തിനായി മട്ടാഞ്ചേരിയിൽ സ്ഥിതി ചെയ്യുന്ന ആയുർസ്പർശ് ആയുർവേദ ഹോസ്പിറ്റൽ നിങ്ങളേവരെയും സ്വാഗതം ചെയ്യുന്നു. മാവുടി ഗവൺമെന്റ് എൽ പി സ്കൂളിൽ വർണ്ണക്കൂടാരം പദ്ധതി ഉദ്ഘാടനം ചെയ്തു. മാവുടി ഗവൺമെന്റ് എൽ പി സ്കൂളിൽ പൊതുവിദ്യാഭ്യാസ വകുപ്പും സമഗ്ര ശിക്ഷാ കേരളവും ചേർന്ന് സ്റ്റാർസ് പദ്ധതിയിൽ ഉൾപ്പെടുത്തി എറണാകുളം SSKയുടെയും കോതമംഗലം BRCയുടെയും നേതൃത്വത്തിൽ നിർമ്മിച്ച വർണ്ണക്കൂടാരം പദ്ധതിയുടെ ഉദ്ഘാടനം ആന്റണി ജോൺ MLA നിർവഹിച്ചു. ലക്ഷ്യം വയ്ക്കുന്നത് കുട്ടികളുടെ സമഗ്ര വളർച്ചയാണ്. അപ്പോൾ ആ നിലയിൽ മാവുടി ഗവൺമെന്റ് LP സ്കൂളിലെ കുട്ടികളെ സംബന്ധിച്ചും അവരുടെ സമഗ്ര വളർച്ചയ്ക്ക് ഉതകുന്ന നിലയിലുള്ള വിദ്യാഭ്യാസ പ്രവർത്തനങ്ങൾ തന്നെയാണ് നമ്മളിവിടെ സംഘടിപ്പിക്കുന്നത്. അത് ഈ വർണ്ണക്കൂടാരത്തിൻ്റെ വിവിധ ഇടങ്ങളിലൂടെ കടന്നു പോകുമ്പോൾ നമുക്കത് വളരെ വ്യക്തമായ കാര്യങ്ങൾ മനസ്സിലാകും. ഇന്ന് കണ്ടുമറിഞ്ഞും കാര്യങ്ങളെ തിരിച്ചറിഞ്ഞും വിദ്യാഭ്യാസ കാര്യങ്ങൾ നിർവഹിക്കണമെന്നാണ് നമ്മൾ ആഗ്രഹിക്കുന്നത്. അപ്പോൾ പഠന പ്രവർത്തനത്തോടൊപ്പം തന്നെ പാഠ്യേതര പ്രവർത്തനങ്ങൾക്കും ഒരേപോലെയാണ് കേരളത്തിൻ്റെ വിദ്യാഭ്യാസ മേഖലയിൽ നമ്മളിതിന് പ്രാധാന്യം കൊടുക്കുന്നത്. അപ്പം അതുകൊണ്ട് തന്നെ പുസ്തകത്തിൽ നിന്ന് മാത്രമുള്ള ഒരു അറിവല്ല, അറിഞ്ഞും കണ്ടും അനുഭവിച്ചും ഒക്കെ പഠിക്കാൻ കഴിയുന്ന നിലയിലുള്ള വിവിധ ക്രമീകരണങ്ങളാണ്, വിവിധ ഇടങ്ങളാണ് ഈ വർണ്ണക്കൂടാരത്തിൻ്റെ ഭാഗമായി നമ്മളിവിടെ മനോഹരമായി അതിൻ്റെ നിർമ്മാണം പൂർത്തീകരിച്ചിട്ടുള്ളത്. 10 ലക്ഷം രൂപയോളം ചെലവഴിച്ചുകൊണ്ടാണ് ഈ പ്രവൃത്തി പൂർത്തീകരിച്ചത്. അപ്പോൾ പ്രിയപ്പെട്ട കുട്ടികളെ സംബന്ധിച്ച് അവരുടെ ശാരീരികവും മാനസികവുമായിട്ടുള്ള വളർച്ച അത് സാധ്യതയുടെ ഒരു വിദ്യാഭ്യാസ മേഖല പരിശോധിക്കുമ്പോൾ കഴിഞ്ഞ കുറച്ച് വർഷങ്ങളുടെ ഒരു അനുഭവം, വലിയ മാറ്റങ്ങളാണ് നമ്മുടെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് വന്നിട്ടുള്ളത്. അത് ഒരു ജൂനിയർ കോളേജ് എന്നറിയപ്പെടുന്ന നമ്മുടെ മോഡൽ ഹയർ സെക്കൻഡറി സ്കൂൾ ഉൾപ്പെടെ പല്ലാരിമംഗലം പഞ്ചായത്തിൻ്റെ വിവിധ പ്രദേശങ്ങളിൽ പ്രവർത്തിക്കുന്ന UP LP സ്കൂളുകളടക്കം അങ്കണവാടികൾ ഉൾപ്പെടെ നമ്മുടെ ഇവിടെയാണ് മാതൃകാ അങ്കണവാടി അടക്കം. അപ്പോൾ ഏറ്റവും പ്രീ പ്രൈമറി തലം മുതൽ അല്ലെങ്കിൽ അങ്കണവാടി മുതൽ എല്ലാ മേഖലയ്ക്കകത്ത് വലിയ മുന്നേറ്റം കൈവരിച്ച ഒരു ഘട്ടം കൂടിയാണ്. ഇവിടെ പ്രസിഡന്റും വൈസ് പ്രസിഡന്റും മറ്റും ബ്ലോക്ക്, ജില്ലാ ഗ്രാമപഞ്ചായത്ത് അംഗങ്ങൾ, സ്കൂളിൻ്റെ HM PTA MPTA ഭാരവാഹികൾ ഉൾപ്പെടെ ഒട്ടേറെ പേര് സന്നിഹിതരാണ്. സദസ്സിൽ പ്രിയപ്പെട്ട രക്ഷിതാക്കളും കുഞ്ഞുമക്കളുമുണ്ട്. അപ്പോൾ കേരളത്തിൻ്റെ വിദ്യാഭ്യാസ മേഖലയിൽ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് PK മൊയ്തു അധ്യക്ഷത വഹിച്ചു. ജില്ലാ പഞ്ചായത്ത് മെമ്പർ ജോമി തെക്കേക്കര മുഖ്യപ്രഭാഷണം നടത്തി. SSK DPC ജോസഫ് വർഗീസ് പദ്ധതി വിശദീകരണം ചെയ്തു. വൈസ് പ്രസിഡന്റ് മുഹസീന ഷിഹാബ്, ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പർ രാജേഷ് കുഞ്ഞുമോൻ, ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ അൻസാരി KA, വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ KA മുഹമ്മദ്, ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ഫാത്തിമ മാജിദ്, വാർഡ് മെമ്പർമാരായ NK മുഹമ്മദ്, നെജി ജബ്ബാർ, ജമീല അലി, ജാസ്മിൻ ഷാനവാസ്, നീനു മൈദീൻ, അനിൽകുമാർ, ഹക്കീം ഖാൻ, ഷൗക്കത്ത് അലി MP, നിസാമോൾ ഇസ്മായിൽ, പോത്താനിക്കാട് ഫാർമേഴ്സ് ബാങ്ക് പ്രസിഡന്റ് ബോബൻ ജേക്കബ്, മുൻ പഞ്ചായത്ത് പ്രസിഡന്റ് ഖദീജ മുഹമ്മദ്, മുൻ വൈസ് പ്രസിഡന്റ് OE അബ്ബാസ്, മുൻ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ സീനത്ത് മൈദീൻ, മുൻ വാർഡ് മെമ്പർ ഷിബി ബോബൻ, ഗ്രാമപഞ്ചായത്ത് സെക്രട്ടറി കൃഷ്ണൻകുട്ടി EK, SSK ജില്ലാ പ്രോഗ്രാം ഓഫീസർ ജോളി VG, AEO കോതമംഗലം KP സജീവ്, BPC കോതമംഗലം ബിനിയത് PH, CRCC കോതമംഗലം ലേഖ S, മാവുടി ഫ്രണ്ട്സ് ലൈബ്രറി പ്രസിഡന്റ് പ്രദീപ് കുമാർ MP, സെക്രട്ടറി എൽദോസ് വർഗീസ്, SMC ചെയർപേഴ്സൺ രാധിമോൾ KR എന്നിവർ ആശംസകൾ നേർന്ന് സംസാരിച്ചു. തുടർന്ന് ഹെഡ് മിസ്ട്രസ് ആയിഷ PK സ്വാഗതവും PTA പ്രസിഡന്റ് സുരേഷ് PS നന്ദിയും രേഖപ്പെടുത്തി. ന്യൂസ് ബ്യൂറോ, കോതമംഗലം.